പട്ടാമ്പി ഫയർ സ്റ്റേഷന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നു. വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 3 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നതെന്നും മെയ് ആദ്യവാരം നിർമ്മാണം ആരംഭിക്കുമെന്നും മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലും തീപിടുത്തമുണ്ടായാൽ ഷൊർണൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് വാഹനങ്ങളെത്തേണ്ട സ്ഥിതിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പല പ്രതിസന്ധികൾക്കും ഇത് കാരണമാവുകയും ചെയ്തു. മുഹമ്മദ് മൂസിൻ പട്ടാമ്പി MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഫയർ സ്റ്റേഷൻ. MLAയുടെ പ്രത്യേക ആവശ്യപ്രകാരം 2022-2023 ബജറ്റിൽ 3 കോടി രൂപ സർക്കാർ ഇതിനായി വകയിരുത്തുകയും ചെയ്തു. സ്വന്തമായി സ്ഥലം കിട്ടാത്തതിനാൽ കൽപ്പക സ്ട്രീറ്റിന് സമീപം വാടക കെട്ടിടത്തിൽ നേരത്തെ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. സാങ്കേതിക കാരണങ്ങളാൽ ഇപ്പോൾ കോടല്ലൂരിലെ സ്വകാര്യ കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം. പട്ടാമ്പി നഗരസഭയുടെ അധീനതയിലുള്ള പഴയ മത്സ്യ മാർക്കറ്റിലാണ് ഫയർ സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. സ്ഥലം നഗരസഭ വിട്ടു നൽകിയിട്ടുണ്ട്. ഇവിടെ മികച്ച രീതിയിൽ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. മെയ് മാസം ആരംഭത്തിൽ തന്നെ നിർമ്മാണോദ്ഘാടനം നടത്താൻ കഴിയുമെന്നും MLA അറിയിച്ചു. അത് പൂർത്തീകരിച്ചു. മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പൂർത്തീകരിക്കുക മാത്രമല്ല, അതിനുവേണ്ടി സ്വന്തമായിട്ടുള്ള കെട്ടിടം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടും 3 കോടി രൂപ അനുവദിച്ചു. ഇപ്പോൾ പട്ടാമ്പി ഫയർ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടം, പഴയ നമ്മുടെ ഫിഷ് മാർക്കറ്റുണ്ട് പട്ടാമ്പി, അത് മുനിസിപ്പാലിറ്റി ആ സ്ഥലം വിട്ടു തന്നു. അവിടെ ഏറ്റവും മികച്ച രീതിയിലൊരു ഫയർ സ്റ്റേഷൻ്റെ കെട്ടിടം ആരംഭിക്കുകയാണ്. ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. മെയ് 2nd വീക്കോടുകൂടി അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. പട്ടാമ്പിയിൽ സ്വന്തമായ ഫയർ സ്റ്റേഷനും അതോടൊപ്പം ഫയർ സ്റ്റേഷന് സ്വന്തമായ കെട്ടിടവും എന്നുള്ള സ്വപ്നം പൂവണിയാൻ പോകുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.